ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അമ്മൂസ് വേൾഡിലോട്ട് സ്വാഗതം. ഇന്ന് ഞങ്ങൾ യാത്ര പോകുന്നത് ദ്വാരക ക്ഷേത്രത്തിലോട്ടാണ്. ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലമായിട്ടുള്ള ഗുജറാത്തിലെ ദ്വാരകയിലോട്ടാണ് ഞങ്ങളുടെ യാത്ര. അപ്പോൾ വഴിയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും അനുഭവങ്ങളും എല്ലാം നമുക്ക് ഒരുമിച്ച് പങ്കിടാം. ദ്വാരക, ശ്രീകൃഷ്ണൻ്റെ പൗരാണിക നഗരം. ഇവിടെ സ്ഥിതി ചെയ്യുന്ന ദ്വാരകനാഥ ക്ഷേത്രം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജീവിതവും ഭക്തിയും ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ സ്ഥലം. നാളെയായ ജന്മാഷ്ടമി ദിനത്തിൽ ഇവിടെ പ്രത്യേക പൂജകളും അലങ്കാരങ്ങളും നടക്കും. ഭക്തർ ദൂരദൂരാന്തരങ്ങളിൽ നിന്ന് എത്തി ശ്രീകൃഷ്ണനെ ആരാധിക്കും. കടൽ തീരത്തുള്ള മനോഹര കാഴ്ചകളും ക്ഷേത്രത്തിൻ്റെ സുവർണ ഗോപുരവും ദ്വാരകയെ വേറിട്ടു നിർത്തുന്നു. രാവിലെ 6 മണി കഴിഞ്ഞതോടെ ഞങ്ങൾ 4 പേരും കൂടെ സമുദ്ര ടൗൺഷിപ്പിൽ നിന്നും യാത്ര തിരിച്ചു. ഉച്ചക്കത്തേക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളും വെള്ളവുമൊക്കെ കരുതിയിട്ടാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങിയത്. മുന്ദ്ര വഴി ഞങ്ങൾ യാത്ര തുടങ്ങി. മുന്ദ്രയിൽ നിന്ന് ദ്വാരകയിലേക്കുള്ള ഗുജറാത്ത് ഹൈവേ വളരെ മനോഹരമായ രീതിയിൽ വികസിച്ചിരിക്കുന്നു. വിശാലമായ റോഡുകളും നല്ല അടയാളങ്ങളും യാത്രയെ കൂടുതൽ സുഖകരമാക്കുന്നു. വഴിമധ്യേ കാണുന്ന പച്ചപ്പും ഗ്രാമീണ കാഴ്ചകളും യാത്രയ്ക്ക് ഒരു പ്രത്യേക തരം സൗന്ദര്യം നൽകുന്നു. ഗുജറാത്ത് സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ യാത്രികർക്ക് സുരക്ഷിതവും സൗകര്യപ്രദവുമായ അനുഭവം നൽകുന്നു. നാളത്തെ ജന്മാഷ്ടമിയുമായി ബന്ധപ്പെട്ട അലങ്കാര കാഴ്ചകളെല്ലാം വഴിയോരത്ത് ദൃശ്യമാവുന്നുണ്ട്. വഴിമധ്യേയുള്ള കാഴ്ചകൾ നമുക്ക് ഒരുമിച്ച് ആസ്വദിച്ച് മുന്നോട്ടേക്ക് പോകാം. ഗുജറാത്ത് ഹൈവേയുടെ വിശാലമായിട്ടുള്ള വികസിച്ച റോഡുകൾ യാത്രയെ വളരെ മനോഹരമാക്കുന്നു. പക്ഷേ വഴിമധ്യേ പലപ്പോഴും പശുക്കൾ നടക്കുന്നത് കാണാം. ഇവിടുത്തെ ഗ്രാമീണ ജീവിതത്തിൻ്റെ ഭാഗമായ ഇവ വാഹനങ്ങൾക്ക് മുന്നിൽ സ്വയം വഴി കണ്ടെത്തി നടക്കും. അതിനാൽ യാത്ര ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധയും സഹനവും അനിവാര്യമാണ്. മക്കൾ രണ്ടും വണ്ടിയിൽ നിന്ന് കിടന്ന് ഉറങ്ങുകയും കളിക്കുകയൊക്കെ ചെയ്തു. കാഴ്ചയും കണ്ട് നല്ല രീതിയിൽ ആസ്വദിച്ചാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഞങ്ങൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് വീട്ടിൽ തന്നെ ചപ്പാത്തിയും കറിയൊക്കെ തയ്യാറാക്കിയിരുന്നു. കൂടാതെ കുറച്ച് പാക്കറ്റും സ്നാക്കുകളും എടുത്തു. വഴിയിലുടനീളം ഇവ കഴിച്ചുകൊണ്ടും കുട്ടികളുടെ കളിയും സന്തോഷമൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. അതുപോലെ തന്നെ കാപ്പിയും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. കാർ ഓടിച്ചുകൊണ്ടിരിക്കെ ഇടയ്ക്കിടയ്ക്ക് കാപ്പി ഓടിച്ചപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണെങ്കിലും യാത്രയിൽ അതിൻ്റെ രുചി ഇരട്ടിയായി തോന്നി. ചൂടും ഇഞ്ചിയുടെ മണവും യാത്രയെ കൂടുതൽ ആസ്വാദകരമാക്കി. ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ പലയിടത്തും ആഘോഷങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വണ്ടിയുടെ സൈഡിലെല്ലാം ത്രിവർണ്ണ പതാക ഇങ്ങനെ പാറി നടക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞങ്ങൾ നല്ല സ്ഥലം നോക്കി നിന്നു. കാരണം മക്കൾക്ക് 2 പേർക്കും വിശക്കുന്നുണ്ടായിരുന്നു. കാരണം രാവിലെ തന്നെ ഭക്ഷണം കഴിക്കാൻ 2 പേർക്കും മടിയാണ്. അതുകൊണ്ട് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ കുറേ നമ്മൾ നോക്കി ഭക്ഷണമൊക്കെ. പിന്നെ ഇത് വഴിയിൽ നമ്മൾ കണ്ട മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. കാരണം ഒരു പാലസ് പോലെ നമുക്ക് തോന്നിക്കുകയായിരുന്നു. എന്താ സംഭവം നമുക്ക് മനസ്സിലായില്ല. പക്ഷെ എന്തൊരു ബ്യൂട്ടിഫുൾ ആയിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അത് എന്തോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കാണുന്നത് ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് കാറ്റിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ കാറ്റാടിയുടെ ലീഫാണ് ആ കാണുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചത് വെച്ചാൽ പ്ലെയിനിൻ്റെ ചിറകോ സംഭവം എന്തോ ആയിരിക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷേ പിന്നീടാണ് നമുക്കത് മനസ്സിലായത് അത് അതിൻ്റെ ലീഫാണെന്നുള്ളത്. വലിയ ലോങ്ങിലാണത് കിടക്കുന്നത്. പിന്നെ ഇവിടെ എല്ലാം വീടുകളോ അങ്ങനെ കെട്ടിടങ്ങളോ ഒന്നും കാണത്തില്ല. ചുമ്മാ ഉപ്പ് നിലം പോലെ ഇങ്ങനെ കുറേ ദൂരം ഇങ്ങനെ തന്നെ കിടക്കുന്നത് കാണാം. അതുപോലെ നല്ല പച്ചപ്പും നല്ല മലകളും പിന്നെ കുറേയധികം നമ്മൾ ചെമ്മരിയാടും കൂട്ടത്തിനെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. റോഡിൽ മുഴുവൻ അതുപോലെ തന്നെ വഴിയരികിലെല്ലാം കണ്ടു. പിന്നെ നമ്മൾ അവസാനം ഒരു നല്ലൊരു സ്ഥലം കണ്ടു. ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു സ്ഥലം കണ്ടു. അവിടെ നിന്ന് നമ്മൾ കാറ് പാർക്ക് ചെയ്ത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ യാത്ര തുടർന്നു.